ഒരുപാട് ദുരൂഹതകൾ മൊണാലിസയ്ക്ക് പിന്നാലെയുണ്ട്. മൊണാലിസ ചുമ്മാതല്ല പ്രയാഗ്രാജിലെത്തിയത്. 144 വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ ഒരു പെൺകുട്ടി വൈറലായി എങ്കിൽ അതിന് പിന്നിൽ അവളെ വൈറലാക്കണമെന്ന് ആഗ്രഹിച്ച പലരുമുണ്ട്. എന്തിനൊറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇത്രയും ഒരു ദിവസം തന്നെ 3.5 കോടിയിലധികം ആളുകൾ വരുന്ന ഒരു മഹാകുംഭമേളയ്ക്ക് എത്തിയത് എന്തിന്? ഒറ്റയ്ക്കല്ല അവൾ വന്നത്, പിന്നിൽ പലരുമുണ്ട്. അവൾ റഷ്യയുടെ ചാരസുന്ദരിയല്ല, അവൾ പാകിസ്ഥാൻ്റെ ചാരത്തിയാണ്. അതായത് ഇന്ത്യയുടെ ശത്രു, ഞങ്ങളുടെ ശത്രു എന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയുന്ന ഇന്ത്യയിലെ മഹാകുംഭമേള തകർക്കാനായി പാകിസ്ഥാൻ വളരെ തന്ത്രപൂർവം പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു ചാര സുന്ദരി, ഗോതമ്പ് കതിരിൻ്റെ നിറമുള്ള ചാരക്കണ്ണുകളുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ചാരസുന്ദരി. അവളുടെ പുറകെയാണിപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. അവൾ ആരാണ് എന്നറിയാൻ. ഇൻഡോറിലുള്ള ഒരു പെൺകുട്ടി എന്നതിനപ്പുറം, ഒരു നാടോടി പെൺകുട്ടി എന്നതിനപ്പുറം അവളെക്കുറിച്ച് മറ്റൊന്നും ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ്. അവൾ വന്നത് ഇന്ത്യയെ തകർക്കാനാണ്. ഇന്ത്യയെ തകർക്കുക, പ്രയാഗ്രാജിലെ മഹാകുംഭമേള തകർക്കുക, കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ വെച്ച് പന്താടുക.